ഡി അഡിക്ഷൻ സെന്റർ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അഡിക്ഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന വീനിങ് എന്ന് പറയും, മദ്യപാനം, LSD അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ ഉപയോഗിക്കുന്ന, കറുപ്പൊക്കെ ഉപയോഗിക്കുന്ന, കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നത്. എന്നിട്ട് അതിനെയാണ് ആദ്യം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് പാവം പിടിച്ചവരെ പിടിച്ച് ജയിലിട്ടുകൊണ്ടിരിക്കും. എല്ലാ ലഹരികളെയും എതിർക്കുന്ന കൂട്ടത്തിൽ ഞാൻ എതിർക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഞ്ചാവ്. കഞ്ചാവിന് ഒരു ഗേറ്റ് വേ ഡ്രഗ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. കഞ്ചാവിൽ തുടങ്ങി പല ആളുകളും രാസലഹരിയിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്തയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കാറില്ല, രാസലഹരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഞ്ചാവ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്, മുന്നേ ഉപയോഗിക്കാറുണ്ടായിരുന്നു. കഞ്ചാവ് പോലെ പേപ്പറിൽ ചുരുട്ടി വലിക്കേണ്ട മണമുണ്ടാക്കുന്ന ഒരു സംഗതി ഒന്നും രാസലഹരിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ് തേടിയിട്ടായിരിക്കാം ആളുകൾ രാസലഹരിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ്, പോലീസ് സംവിധാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ബലഹീനരായിട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ, പല കാര്യങ്ങൾ കൊണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ സമൂഹത്തിന് മുൻപിലേക്ക് പിച്ച് ചീന്താനായിട്ട് ഇട്ടുകൊടുക്കാതെ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിയുക. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ആളുകൾ എന്തുകൊണ്ട് അഡിക്റ്റഡ് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുക. കോവിഡിന് ശേഷം കാര്യമായിട്ട് തന്നെ ഡ്രഗ് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിന്റെ മാനസികാരോഗ്യം പ്രശ്നത്തിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഗവൺമെന്റ് സംവിധാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു രീതിയല്ല വീണ്ടും അവരെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ. ബലഹീനരായിട്ടുള്ള ആളുകളെ പിടിച്ച് സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ നശിപ്പിച്ച് അവരുടെ കരിയറും അവരുടെ തൊഴിലവസരങ്ങളും വീണ്ടും ജീവിക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കി എന്ത് തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്?